ഹായ് മകളെ, ഈ ഒരു വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും SSLC ക്രിസ്മസ് എക്സാമിന് A+ കിട്ടില്ല എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോ, അടിവരട്ട് വെച്ചോ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, സാധാരണ നിങ്ങളോട് പറയാതെ ഒരു ടൈം ടേബിളൊക്കെ തന്നിട്ട് പിറ്റേ ദിവസം പഠിക്കാൻ വരാൻ ആണ് പൊതുവേ പറയാറുള്ളത്. പക്ഷേ ഞാൻ ഈ നിമിഷം പറയുന്നു, ഇപ്പോൾ മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, ഈ കാണുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തയ്യാറാണ് എന്നും അതിൻ്റെ കൂടെ ഒരു 3 ഫയർ ഇമോജി കൂടി ഇടണം. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ വെളിവാക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു 3 ദിവസത്തെ സ്റ്റഡി ചലഞ്ചാണ്, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത്. ആ റിവീൽ ചെയ്യുന്നതിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. 1ാമത്തെ ദിവസം നമ്മൾ 2 ചാപ്റ്റേഴ്സും 2ാമത്തെ ദിവസം 3 ചാപ്റ്റേഴ്സും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുവരെ ഞങ്ങൾ കുറേ റിവൈസ് ചെയ്താൽ. അങ്ങനെയല്ല, ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിൽ ഏറ്റവും ബിലോ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബിലോ ലെവൽ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ അത്യാവശ്യം ലെവലുള്ള A+ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ 2 ദിവസത്തെ ലൈവ് പോകുന്നത്. ഇതൊന്നുമല്ലാത്ത പുതിയൊരു സെഷൻ, അതായത് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ്, നല്ല കിടിലം ക്വസ്റ്റ്യൻസുമായിട്ടാണ് 3ാമത്തെ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 3 കൂടി കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് ഹൈ ആയിട്ട് ബിൽഡ് ആവുകയും അങ്ങനെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ A+ കിട്ടുമെന്ന കോൺഫിഡൻസോടുകൂടി നിങ്ങൾ നിൽക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ചോദ്യ പേപ്പർ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഒരു മെഗാ മാരത്തോൺ തന്നെ തലേ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് തരും. അതിനുശേഷം നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഉണ്ടാവുക. അതെല്ലാം കൂടി ഒന്ന് ഓർത്ത് വെക്കാനുള്ളൊരു സമയം. ഇത്രയൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് കിട്ടുക, യാതൊരു സംശയം വേണ്ട. നിങ്ങളൊന്നും അറിയാത്തവരാകട്ടെ, എന്തെങ്കിലുമൊക്കെ പഠിച്ചു വന്നവരാകട്ടെ, ഇതുവരെയുള്ള നമ്മുടെ സ്റ്റഡി പ്ലാനുകളൊക്കെ ചലഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വന്നവരാകട്ടെ, ഈസി ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നല്ലൊരു മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റിസൾട്ട് എന്ത് എന്ന് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടത്. ബുധനാഴ്ചത്തെ ദിവസം നിങ്ങളുടേതാണ്, നോക്കി വെച്ചോ. പരീക്ഷ ടഫാവട്ടെ എളുപ്പമാവട്ടെ, നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമ്മൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പരാജിതരാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തയ്യാറാണ് എന്നും അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനോടും സൈലം SSLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നമുക്ക് ഈ കാണുന്ന ശനിയാഴ്ച തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. സോ ഒരു നോട്ട്ബുക്ക് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചോളൂ മാത്തമാറ്റിക്സിന് വേണ്ടി. അത് നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരെ ഉപകാരപ്പെടും. ബൈ.